ഭർത്താവ് പ്രവാസി, ഭാര്യയും മകനും മകളും നാട്ടിൽ. നിലവിലവർക്ക് 10 വർഷം പഴക്കമുള്ള വീടുണ്ട്. പഴയ മോഡലാണെങ്കിലും അസൗകര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യ സൗകര്യങ്ങളുമുണ്ട്. എന്നിട്ടും ചില അസ്വസ്ഥതകൾ മനസ്സിൽ രൂപപ്പെട്ടു വരികയാണ്. പല മലയാളി വീടുകൾക്ക് പിന്നിലും സിനിമാ കഥയെ വെല്ലുന്ന അനുഭവങ്ങളുണ്ടാകും. ഒരു ശരാശരി കുടുംബത്തിന്റെ കഥയാണിത്. ഭർത്താവ് പ്രവാസി, ഭാര്യയും മകനും മകളും നാട്ടിൽ. നിലവിലവർക്ക് 10 വർഷം പഴക്കമുള്ള ഒരു വീടുണ്ട്. പഴയ മോഡലാണെങ്കിലും അസൗകര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യ സൗകര്യങ്ങളുമുണ്ട്. എന്നിട്ടും ചില അസ്വസ്ഥതകൾ മനസ്സിൽ രൂപപ്പെട്ടു വരികയാണ്. വീടിന്റെ മുൻഭാഗം ഫാഷനില്ല. അടുക്കള ആധുനികമല്ല. ടോയ്ലറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്ലോസറ്റുകൾക്ക് സൗന്ദര്യമില്ല. വാൾ ടൈലുകൾ ഔട്ട് ഓഫ് ഫാഷനായി. അങ്ങനെ വീടിന്റെ ഏത് മൂലയ്ക്ക് തിരിഞ്ഞാലും കുറ്റങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. കണ്ടംപററി അല്ലെന്നാണ് പലരും പറയുന്നത്. അതായത് വീട് പഴഞ്ചനായി എന്ന് വയ്പ്. വിഷയം വലുതായി വന്നു. പഴഞ്ചൻ വീട് മനസ്സിനെ അലോസരപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഒരു നാൾ ഗൾഫിലുള്ള ഭർത്താവിനോട് കാര്യം അവതരിപ്പിച്ചു. നീണ്ട ചർച്ചകൾ നടന്നു. വാദപ്രതിവാദങ്ങൾ നടന്നു. ഭർത്താവിന് വിഷയം ഉൾക്കൊള്ളാനാകുന്നില്ല. ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല. 20 കൊല്ലം മുമ്പ് ഗൾഫിലെത്തി 10 കൊല്ലം പണിയെടുത്തതിന് ശേഷം ലേശം ചോർച്ചയുണ്ടായിരുന്ന പഴയ ഓടുവീട് പൊളിച്ച് ഈ കാണുന്ന വീട് പണിതത്. 10 കൊല്ലത്തെ ഗൾഫ് സമ്പാദ്യം വേണ്ടിവന്നു വീട് ഈ കാണുന്ന രൂപത്തിൽ പണിതെടുക്കാൻ. അക്കാലത്തെ സൗകര്യത്തിനനുസരിച്ചുള്ള നല്ല വീട് തന്നെ എന്നു തന്നെ പറയാം. അന്ന് കണ്ടംപററി എന്ന വാക്ക് പ്രചാരത്തിലില്ലല്ലോ. ആ വീടാണ് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നത്. മറുവശത്ത് ഭർത്താവിനെ ഗൾഫിലെ ജോലി നിർത്തി എത്രയും വേഗം വീട് അണയാൻ ആഗ്രഹം. ഇനിയാണ് നമുക്ക് ഈ വിഷയത്തിൽ മനഃശാസ്ത്രപരമായി സമീപിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇവിടെ 10 കൊല്ലം മുമ്പ് പണിത വീട് പഴഞ്ചനാവുന്നതും അവരെ അസ്വസ്ഥനാക്കുന്നതും? കാരണം മറ്റൊന്നുമല്ല. ഭാര്യയുടെ അനിയത്തിയും കുടുംബവും കണ്ടംപററി രീതിയിൽ ഈയിടെ ഒരു വീട് നിർമ്മിച്ചു. ഇരുനില വീടാണ്. കണ്ടാൽ കൊതിയൂറും നിറങ്ങളുമുണ്ട്. ഭിത്തിയിലേക്ക് പടർന്നു കയറിയ ടൈൽസുമുണ്ട്. സൺഷെയ്ഡുകളിലാകെ LED വിളക്കുകൾ പിടിപ്പിച്ചിട്ടുമുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഗംഭീരം. സഹോദരിയുടെ വീടിന്റെ പാലുകാച്ചലിന് പോയി വന്ന ശേഷമാണ് ഭാര്യയുടെ മനസ്സിലേക്ക് അശാന്തി പടരാൻ തുടങ്ങിയത്. അന്നു മുതലാണ് തൻ്റെ വീടിന് സൗന്ദര്യം പോരെന്നും പഴഞ്ചനായെന്നും ഭാര്യയ്ക്ക് തോന്നി തുടങ്ങുന്നതും. വീട് ചിലപ്പോഴൊക്കെ ഒരു പകർച്ചവ്യാധിയാകുന്നത് ഇങ്ങനെയാണ്. വൈദ്യശാസ്ത്രത്തിൽ ഈ രോഗത്തിന് എന്തു പേരിട്ടാണ് വിളിക്കുന്നത്? ഇതിന് എന്തെങ്കിലും ചികിത്സയുണ്ടോ? അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നുണ്ട്. ഭർത്താവ് വിളിക്കുമ്പോഴെല്ലാം വീടിന്റെ കാര്യം പറയും. മുകൾ നില പണിയുന്നതിനുള്ള തൻ്റെതായ കാരണങ്ങളും അക്കമിട്ട് പറയും. മകളുടെ വിവാഹം കഴിഞ്ഞാൽ, മകന്റെ വിവാഹം കഴിഞ്ഞാൽ, വിരുന്നുകാർ വീട്ടിൽ വന്നാൽ, ഭർത്താവിൻ്റെ സഹോദരിമാർ വന്നാൽ ഈ വീട്ടിൽ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ എന്ന രീതിയിലാണ് വിഷയാവതരണം നടത്താറ്. ഇപ്പോൾ വിളിച്ചാലും ഇതാണ് ചർച്ചാ വിഷയം എന്നതിനാൽ ഭർത്താവിനെ ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. ഭർത്താവിൻ്റെ അവശേഷിക്കുന്ന സമ്പാദ്യം, ഭാര്യയുടെ സ്വർണം, ബാങ്ക് ലോൺ, പലരിൽ നിന്നുമായി വാങ്ങിയ കടം എല്ലാം ചേർത്ത് വീട് പൊളിച്ചു പണിതു. കണ്ടംപററി പുറംകാഴ്ചകൾ ഒരുക്കി. മുകളിലേക്ക് മുറികൾ കൂട്ടിയെടുത്തു. അകത്തളവും ചുറ്റുവട്ടവുമൊക്കെ മോടി പിടിപ്പിച്ചവൾ ഏതാണ്ട് ഒരു പുതിയ വീട് പണിത കാശായി. സ്വന്തം സഹോദരിയുടെ വീടിനേക്കാൾ വലുപ്പത്തിൽ ഒരു ഉഗ്രൻ വീട് തന്നെ എന്ന് പറയാം. മുറ്റത്തെല്ലാം ടൈൽസ് ഇട്ട് പുല്ല് പിടിപ്പിച്ചു. മതിലിൽ ഗേറ്റും മട്ടുപ്പാവും ഷോവാളും ക്ലാഡിങ്ങും ഒക്കെയുള്ള അസൽ കണ്ടംപററി വീട്. തല ഉയർത്തി നിൽക്കുന്ന വീട്ടിൽ അഭിമാനത്തോടെ നിൽക്കുന്ന ഗൾഫുകാരൻ്റെ ഭാര്യ ഇപ്പോൾ സന്തോഷവതിയാണ്. പക്ഷേ ഗൾഫുകാരനായ ഭർത്താവിനുമേൽ സമ്മർദ്ദം ഏറുകയാണ്. നാട്ടിലെ ബാങ്ക് കടങ്ങൾ തിരിച്ചടക്കണം. കൈക്കടം വാങ്ങിച്ചവർക്ക് പണം തിരികെ നൽകണം. ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം അയാളെ തളർത്തുന്നുണ്ട്. തനിച്ച് നാട്ടിലെ കടങ്ങൾ വീട്ടാനാവാതെ വന്നപ്പോൾ അയാൾ മകനെ നിർബന്ധിച്ച് ഗൾഫിലേക്ക് ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോയി. ഇപ്പോൾ ഇരുവരും നാട്ടിലെ കണ്ടംപററി വീടിൻ്റെ കടങ്ങൾ വീട്ടാൻ ഗൾഫിൽ വിയർപ്പൊഴുക്കുകയാണ്. പക്ഷേ ഗൾഫുകാരൻ്റെ ഭാര്യയാകട്ടെ സ്വന്തം അനിയത്തിയുടെ വീടിനേക്കാൾ തൻ്റെ വീട് വലുപ്പത്തിലും നോട്ടത്തിലും മികച്ചതായി മൂഢസ്വർഗത്തിൽ നിന്ന് ഇനിയും തിരിച്ചിറങ്ങിയിട്ടില്ല. അച്ഛനും മകനും ഇനി എത്ര നാൾ ഗൾഫിൽ പണിയെടുത്താലാണ് വീടുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനാകുക എന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതാവസ്ഥയുമുണ്ട്.